ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കൻ ഗ്രേവിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചില്ലി ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ചെറിയൊരു ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് രണ്ടാമതായിട്ടൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നല്ലപോലെ നോക്കുക. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, 3 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു എഗ്ഗും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആവുന്ന സമയമാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇങ്ങനെ കളർ മാറി തുടങ്ങും. ബ്രൗൺ കളർ ആവുന്ന ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കണം. ഇപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു 50 മില്ലിയോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, എരിവ് നോക്കിയിട്ട് നമുക്കിത് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ഉള്ളി ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ക്യാപ്സിക്കം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂണോളം കോൺസ്റ്റാർച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി കിട്ടുന്ന ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോൺസ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഒരു ഗ്രേവി ഉണ്ട്, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. എന്നാൽ ഒരുപാട് അങ്ങ് ഇല്ലതാനും.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു ചില്ലി ചിക്കൻ ഗ്രേവിയാണ്. സെമി ഗ്രേവി ആയിട്ട്, ഫുൾ ഗ്രേവി അല്ല, സെമി ഗ്രേവി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീടുകളിൽ ചപ്പാത്തി, അതുപോലെ ഫ്രൈഡ് റൈസ്, സാധാ റൈസിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.